ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ KK ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നൂഡിൽസും ചായയാണ് കേട്ടോ. അപ്പം ഞാൻ തന്നെ ഇവിടെ കുക്ക് ചെയ്തതാണ്. അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു കിച്ചണൊക്കെ ഉള്ളതിന് സുഖമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് പുറത്തോട്ട് ഇറങ്ങിയേക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഐലൻഡ് ഹോപ്പിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഫുള്ള് നമ്മൾ ഐലൻഡ് ഹോപ്പിങ്ങിന് വേണ്ടി മാറ്റി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്ന് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞതിന് ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഐലൻഡ് ഹോപ്പിങ്ങിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ ഒരു 10:30 ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി ഒരു 11:30-ക്കുള്ളിൽ നമ്മൾ അങ്ങോട്ട് പോകും. പിന്നെ നമ്മൾ വൈകുന്നേരമേ തിരിച്ചു വരുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചെറിയ രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് മേടിക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മളെടുത്ത് അവർ എന്തൊക്കെ ട്രിപ്പ് കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഒന്ന് ചോദിക്കേണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവരെ ബ്രോഷർ കാര്യങ്ങളൊക്കെ നോക്കി ഈ ആക്ടിവിറ്റീസിൽ നമ്മൾ സീ വാക്കിങ്ങും ബനാന ബോട്ടും പാരസെയിലിങ്ങും ആണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തെല്ലാം സെറ്റായതിന് ശേഷം ബോട്ട് വരുന്നേക്കാൻ മുമ്പ് നമ്മൾ കുറച്ച് ഫുഡ് മേടിക്കാമെന്ന് വെച്ച് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3 ഫാമിലി ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ചധികം ഫുഡ് കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് മാംഗോ സ്മൂത്തി ഇത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വേഗം മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാംഗോ സ്മൂത്തിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ മേടിച്ചതിന് ശേഷം നമ്മളിത് ബോട്ടിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. ഇവിടെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിലുണ്ട്. അതുപോലെ തന്നെ വെള്ളമൊക്കെ കാണുമ്പോൾ എന്താ പറയുക, നമുക്ക് നല്ല ക്ലിയർ നീല കളർ വെള്ളമാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ എല്ലാവരും സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടിട്ട് സെറ്റപ്പായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല എക്സൈറ്റഡ് ആണ്, ത്രില്ലിംഗ് ആണ് കേട്ടോ കൂടെ ഞങ്ങളും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അങ്ങോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി നമ്മളുടെ ഐലൻഡിലോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും കേട്ടോ ഐലൻഡിലോട്ട് എത്താനായിട്ട്. ഇവിടെ 4 ഐലൻഡാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് ഒരു ഐലൻഡോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഐലൻഡാണ് മനുക്കൻ ഐലൻഡ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ചെറിയ രീതിയിലൊരു എൻട്രൻസ് വ്യൂയും കൊടുക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞതിന് ശേഷം അതിനുള്ള ഏർപ്പാടുകളൊക്കെ ആൾ ചെയ്തു തരും. അപ്പോഴത്തേനും കുറച്ച് നേരം പിള്ളേർ ബീച്ചിൽ കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ബോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ബോട്ട് നമ്മൾ കൊണ്ടുപോയിട്ടാണ് കേട്ടോ ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വരാം.
അങ്ങനെ നമ്മൾ ബനാന ബോട്ടും കഴിഞ്ഞു, പാരസൈലിങ് കഴിഞ്ഞു കേട്ടോ. രണ്ടും നല്ല രസമായിരുന്നു. പക്ഷേ ബനാന ബോട്ടിൽ നമ്മൾ മുന്നേ കയറി കാരണം കൊണ്ട് അത്ര വലിയ ത്രില്ലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പാരസൈലിങ് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതും കടലിൻ്റെ മേലെ കൂടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമ്മുടെ നെക്സ്റ്റ് സംഭവം എന്ന് പറയുന്നത് സീ വാക്കിംഗ് ആണ്. സത്യം പറഞ്ഞാൽ ചെറിയൊരു പേടിയുണ്ട്, കാരണം ഇത് എങ്ങനെയാണെന്നൊന്നും നമുക്കൊരു വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ആൾക്കാരുള്ള കാരണം കൊണ്ട് അത്ര ടെൻഷൻ അടിക്കാൻ വേണ്ട. അപ്പോൾ ഫസ്റ്റ് തന്നെ അത് ഏട്ടൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനവിടെ അത് നോക്കി കട്ട വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർ നമുക്ക് അതിന് മുന്നേ ചെറിയൊരു ക്ലാസ് ഒക്കെ എടുത്തെന്ന്, അതുപോലെ തന്നെ പേപ്പറൊക്കെ സൈൻ ചെയ്യിച്ചിട്ടാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്ക്യൂബ ഡൈവിങ്ങിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ ടെൻഷനൊന്നും വേണ്ട. പിന്നെ നമുക്ക് ഓക്സിജനൊക്കെ ഉണ്ട്. പിന്നെ അത്ര വലിയ ആഴവും ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തായാലും ഇത് പോയി നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്യും, സാവധാനം താഴോട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഈ ഹെൽമെറ്റിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അവർ പറയുകയാണ് ഇത് 35 കിലോ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു സംഭവം തലയിൽ വയ്ക്കുന്നെങ്കിൽ മുഖത്തേക്ക് ഷോൾഡർ വരെ വെള്ളം വരുള്ളൂ, മുഖത്തേക്കൊന്നും വെള്ളം വരില്ല കേട്ടോ. അപ്പോൾ അതാരണം കൊണ്ട് അത്ര വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരുണ്ടല്ലോ, അപ്പോൾ അതാരണം കുഴപ്പമില്ല. അങ്ങനെ ദേ ഞാനും ഏട്ടനും ദേ താഴോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സീവാക്കിന് പോയിട്ട് വരാം കേട്ടോ. ഒന്നും പറയാനില്ല, സീ വാക്കിംഗ് അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവരോട് ബബായി ഒക്കെ പറഞ്ഞ് നമ്മളത് തിരിച്ചു പോരാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ കേക്ക് വിശേഷങ്ങൾ. എന്തായാലും ബ്രോണിലെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബബായ്.